യേശുവിൽ പ്രിയപ്പെട്ടവരെ, ജീവിതയാത്ര നമ്മൾ നടത്തുന്നത് എപ്പോഴും വിശാലമായ നല്ല വഴികളിലൂടെ മാത്രമല്ല, മറിച്ച് ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയുമാണ്. ബുദ്ധിമുട്ടുള്ളതും ക്ലേശകരമായ വഴിയിലൂടെ ഏറെ നാൾ നടക്കേണ്ടി വരുമ്പോൾ പലരും സന്തോഷം നഷ്ടപ്പെട്ട് നിരാശരാകുന്നു. ഒന്നും തന്നെ സഹിക്കാൻ സാധിക്കാതെ എപ്പോഴും പരാതി പറയുന്നു. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നി ഉപേക്ഷിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കാതെ തീർത്തും ലൗകികമായി ജീവിക്കുന്നു. വിശുദ്ധ പൗലോസ് വചനത്തിലൂടെ തരുന്ന ഇന്നത്തെ ആ ഉപദേശം നമുക്ക് പ്രചോദനമാണ്. ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞ വഴികൾക്കും മരണത്തിനും ശേഷം സ്വർഗത്തിലൊരു ജീവിതമുണ്ടെന്ന പ്രത്യാശ നമുക്ക് സന്തോഷം നൽകുന്നു. കർത്താവിൻ്റെ പക്കലേക്ക് അണയുമ്പോൾ അവിടുന്ന് തരുന്ന ആശ്വാസം എല്ലാ ക്ലേശങ്ങളും സഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പ്രാർത്ഥനകൾ കുറയ്ക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതെ സ്ഥിരതയോടെ ഈശോയെപ്പോലെ പതിവായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി മാറുന്നു. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.